ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ സർക്കാരിന് വിശ്വാസമില്ലാത്തത്? ഓക്കെ, ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ടാണ് ഈ എഫക്റ്റഡ് ഏരിയയിലെ ജനങ്ങൾക്ക് സർക്കാരിന് വിശ്വാസമില്ലാത്തത്? വനം മന്ത്രിയെ വഴിയിൽ തടയുന്നത്, കൂവുന്നത്, പലയിടത്തും നമ്മൾ ആന ഇറങ്ങുന്നതിനെ കുറിച്ചും കടുവ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അവിടെയൊക്കെ ഫെൻസിങ് ഇല്ലാത്തതിനെ കുറിച്ച്, ഫെൻസിങ്ങിന് തുടക്കം കുറിച്ച് അവസാനിപ്പിച്ചതിനെ കുറിച്ച്, ഫെൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, വിഷ്വൽസ് പുറത്തു വരികയാണ്. ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആക്കി എടുക്കുകയും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാത്തത്? എന്താണ്? അതൊരു പ്രധാന ചോദ്യമാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി രാധ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തികച്ചും ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. ഇവിടെ ഒരാൾക്ക് പോലും വന്യമൃഗ ആക്രമണത്തിൽ മരണം സംഭവിക്കാൻ പാടില്ല, ഒരു പരിക്ക് പോലും ഏൽക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഗവൺമെന്റിന്റെ നിലപാട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി വന്യമൃഗ ആക്രമണം ഉണ്ടാവുന്നു. ആനയുടെ ആക്രമണം ഉണ്ടാവുന്നു, കടുവയുടെ ഉണ്ടാവുന്നു, കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കാട്ടുപന്നി ആക്രമണത്തിൽ, അല്ലെങ്കിൽ റോഡിൽ ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഇടിച്ച്. ഇപ്പൊ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ ഒരാഴ്ചക്കിടയിൽ 2-3 മരണങ്ങൾ ഉണ്ടായി എന്ന് തോന്നുന്നു, ഈ ഒരു 6 മാസത്തിനിടയിൽ. അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇത് വന്യമൃഗ ആക്രമണം കേരളത്തിൽ ആദ്യത്തെ ആക്രമണം എന്ന രൂപത്തിലാണ് ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ രാജു പി നായര്, അതുപോലെ തന്നെ ഇന്ന് മന്ത്രിയെ തടഞ്ഞ ആളുകൾ ഒക്കെ അവരുടെ ഒരു സമീപനം അതാണ്. ഇവിടെ ഇതിനു മുമ്പും വന്യമൃഗ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ആളുകൾ നിർഭാഗ്യവശാൽ മരണപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ വനം മന്ത്രിയെ തടഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം തന്നെ നമുക്കറിയാം, ഈ വർഷം 31 മരണങ്ങളാണ് ഉണ്ടായത്. 31 ഉണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. എന്നാൽ ഇതിനു മുമ്പുള്ള പല വർഷങ്ങളിൽ ഇതിന്റെ എത്രയോ 4 ഇരട്ടി 5 ഇരട്ടി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെങ്കിലും ആരെങ്കിലും മന്ത്രിയെ തടഞ്ഞ് പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുണ്ട്? മന്ത്രി എന്ത് കുറ്റമാണ് ചെയ്തത്? മന്ത്രിയാണോ ഇത് കടുവയെ ഇറക്കി വിട്ടത്? ഞാൻ തമാശക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ബന്ദിപ്പൂരി എന്നല്ലേ ഈ വന്യമൃഗങ്ങൾ മുഴുവൻ കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അത് ഞാൻ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. ഇവരുടെ ഈ വാദഗതി കാണുമ്പോൾ സത്യത്തിൽ ഒരു പരിഹാസമാണ് തോന്നുന്നത്. ഇവിടെ നമ്മള് രാജു എബ്രഹാം, ഇപ്പോ ഈ പാനലിൽ കോൺഗ്രസ്സുകാർ അപ്പുറത്തുള്ളത് കൊണ്ട് വേണമെങ്കിൽ കോൺഗ്രസിനെതിരായി സംസാരിക്കാം, വാട്ടർ ബോട്ടറി മുന്നോട്ട് വെക്കാം. ഇന്നത്തെ ദേശാഭിമാനി ലേഖനത്തിലും 2016 മുൻപ് ഇതിനേക്കാൾ വഷളായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ യാത്രയെ മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിലും കോൺഗ്രസിന് മറുപടി പറയാം. പക്ഷേ ആത്യന്തികമായ മറുപടി പറയേണ്ടത് ജനത്തോടാണല്ലോ. ഇന്നിപ്പോൾ പ്രതിഷേധിക്കുന്ന എല്ലാവരും, ഇതിന് മുൻപ് പ്രതിഷേധിച്ചവർ, നാട്ടുകാരായ ആളുകൾ, എഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങൾ, ഇവരെല്ലാവരും കോൺഗ്രസ്സുകാരല്ല. അപ്പോൾ ജനങ്ങളോട്, എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളോടാണ് സർക്കാർ മറുപടി പറയേണ്ടത്. അവർക്ക് എന്തുകൊണ്ട് വനമന്ത്രിയെ വിശ്വാസം വരുന്നില്ല എന്ന ചോദ്യം അവിടെ ഉണ്ട്. അദ്ദേഹം എല്ലായ്പ്പോഴും ഈ വിഷയത്തിൻ്റെ ഗൗരവം ചോർത്തി സംസാരിക്കുന്നു എന്ന ആക്ഷേപം നമ്മൾ എത്ര കാലമായിട്ട് കേൾക്കുകയാണ്. ഒരു വശത്ത് വലിയ പ്രതിഷേധം, മരണത്തിൻ്റെ വലിയ വിലാപങ്ങൾ കേൾക്കുമ്പോൾ അപ്പുറത്ത് അദ്ദേഹം ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നു എന്ന ആക്ഷേപം അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. ഈ ഗവൺമെൻറ് ഈ വിഷയത്തെ സീരിയസ് ആയി എടുക്കുന്നതിൻ്റെ ഒരു സന്ദേശം ജനത്തിന് കൊടുക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ നിരന്തരമായി പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആധുനികമായി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഒരു സൂചനയും കാണുന്നില്ല. സോണുകളാക്കി തിരിച്ചിരിക്കുന്നു, എല്ലാവർക്കും അടിയന്തര സഹായം കൊടുക്കുന്നു, ആശ്രിത നിയമനം കൊടുക്കുന്നു. ഇതാണോ ഈ പ്രശ്നത്തിൻ്റെ മൗലിക പരിഹാരം? അല്ല.